ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് വെറൈറ്റി മാങ്ങ ഈന്തപ്പഴം അച്ചാർ ഉണ്ടാക്കാം. അതിനായി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു പിടി, വെളുത്തുള്ളി ഒരു പിടി, പച്ചമുളകും വേപ്പിലയും ആവശ്യത്തിന് എടുക്കുക. മാങ്ങ നേരത്തെ ഉപ്പ് പുരട്ടി വെച്ച്, ഉപ്പ് പുരട്ടി തലേദിവസം രാത്രിക്ക് ഞാൻ വെച്ചതാണ് കേട്ടോ. അതിൻ്റെ വെള്ളം നന്നായി വന്നിട്ടുണ്ട്, അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഈ മാങ്ങ കൊണ്ടുപോയി ഒരു ദിവസം വെയിലത്ത് വയ്ക്കുക. എന്നുവെച്ചാൽ വെയിലത്ത് വെള്ളം നമുക്ക് വയ്ക്കണം, ഇല്ലെങ്കിൽ മാങ്ങ അച്ചാർ ചീത്തയായി പോവും. അതിനാണ് നമ്മളത് വയ്ക്കുന്നത്. പിന്നെ നമുക്ക് കടുക്, ഉലുവ ഇവ വറുത്ത് പൊടിച്ച് വെക്കുക. കായ ആവശ്യത്തിന് വെക്കുക. ചീനച്ചട്ടി, സ്റ്റൗവിൽ ചീനച്ചട്ടി വെച്ചതിന് ശേഷം അത് നന്നായി ചൂടാവുമ്പോൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. 200 ഗ്രാം നല്ലെണ്ണ അത് ഒഴിക്കണം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കുക, കടുക് ഇടുക. കടുകും ഉലുവായും പൊട്ടുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും വേപ്പിലയും എല്ലാ ഇതും കൂടി അതിനകത്തോട്ട് ഇടുക. എന്നിട്ട് നന്നായി ഇളക്കുക. അത് വാടി വരുമ്പോൾ മഞ്ഞൾ പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി എല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. ലേശം ഉപ്പിട്ട്, മാങ്ങയ്ക്ക് ഉപ്പിട്ടതാണ്, മാങ്ങയ്ക്ക് ഉപ്പിട്ടതാണ് ഞാൻ. അത് കാരണം നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. ലേശം ഉപ്പിട്ട് കൊടുക്കുക, മാങ്ങ ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം ഒരു മധുരത്തിന് ആവശ്യമായിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ ഈന്തപ്പഴം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക, ഒന്ന് തട്ടിപ്പത്തി വെക്കുക. കടുക്, ഉലുവ പൊടിച്ച് വെച്ചിരിക്കുന്നത്, വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഈ കടുക് പരിപ്പ് കിട്ടും നമുക്ക് കടയിൽ നിന്ന്, അത് വേണമെങ്കിൽ അത് മേടിക്കാം. ഇത് ഞാൻ കടുക് വറുത്ത് പൊടിച്ച് എടുത്താണ്, ഉലുവായും കടുകും കൂടി വറുത്ത് പൊടിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കായപ്പൊടി, അച്ചാറിന് ഏറ്റവും ആവശ്യം കായപ്പൊടിയാണ്. നല്ല മണവും ഗുണവും ഒക്കെ ഉണ്ടാകാനായിട്ട് കായപ്പൊടി ചേർത്ത് കൊടുക്കണം. കായപ്പൊടി ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി എടുക്കുക. ഈ ഉപ്പ് വെള്ളം എടുത്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടൊരു 5 മിനിറ്റ് തട്ടിപ്പത്ത് ചെറിയ തീയിൽ വെക്കുക. അപ്പോൾ അച്ചാർ റെഡിയാവും. വിനാഗിരിയൊക്കെ നന്നായിട്ട് പിടിച്ച്, മാങ്ങയിൽ പിടിച്ച് അച്ചാറിന് നല്ല ടേസ്റ്റോടു കൂടിയാവും. നമുക്ക് ഇത് ചീത്തയായി പോകാതിരിക്കാനായിട്ട് ഇച്ചിരി നല്ലെണ്ണ ചൂടാക്കി അതിൻ്റെ പുറത്തോട്ട് തണുത്ത് കഴിയുമ്പോൾ ഒഴിച്ചു കൊടുക്കുക. അച്ചാർ റെഡിയായി. ഇനി നമുക്ക് കഴിക്കാം. ഓക്കെ, അടിപൊളി.